ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈഗിൾ സാമ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ട്യൂട്ടോറിയലാണ് നോക്കുന്നത്. ആൻഡ്രോയിഡ് 15 സപ്പോർട്ട് ചെയ്യും, ഓട്ടോ എയിമും ഉണ്ട്. ആൻഡ്രോയിഡ് 13, 14 എല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു സാമ്പാണ്. ഈഗിൾ സാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു ആപ്പാണ് സാർച്ചീവർ. സാർച്ചീവറിൻ്റെയും ഈഗിൾ സാമ്പിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കും. ഈഗിൾ സാമ്പിൻ്റെ ലിങ്ക് മോർട്ടൽ എക്സ് റോൾ പ്ലേൻ്റെ ചാനൽ മൊബൈൽ ഡൗൺലോഡ്സ് എന്നുള്ള ചാനലിനകത്തും കാണും. സാർച്ചീവറിൽ കയറി ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ് ചെയ്ത ഈഗിൾ സാമ്പിൻ്റെ APK നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പെർമിഷൻസ് കുറേ ചോദിക്കുക, എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് വെച്ച് വേറൊരു ലാംഗ്വേജിൽ 2-3 ബോക്സ് വരും പെർമിഷൻ ചോദിച്ചുകൊണ്ട്. അത് റൈറ്റിൽ ഓപ്ഷൻ 2-നും കൊടുത്താൽ മതി. റൈറ്റിൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും പോകും. പിന്നെ അടുത്ത ഒരു പെർമിഷൻ ചോദിക്കും, അതും കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ ഈഗിൾ സാമ്പിൻ്റെ ഈ ലോഗോയും കാണിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുക സ്ക്രീൻ. അപ്പോൾ ഗെയിമിൽ നിന്ന് ഒന്നും കൂടെ ഇറങ്ങിയിട്ട് ഒന്നിങ്ങി കയറണം. അപ്പോഴത്തേക്ക് വേറൊരു സെറ്റ് പെർമിഷൻസ് ചോദിക്കും, എല്ലാം അതും അലോ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് താണ്ട കിടന്ന് ഇങ്ങനെ കുറേ ഡൗൺലോഡ് ആകും. ഇത് 100 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്ത് APK അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു സാധനം, ഒരു ഓപ്ഷൻ വരും. അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്നാകും, ചിലവർക്ക് പെട്ടെന്നാകും, ചിലവർക്ക് പതുക്കെ ആവത്തേ ഉള്ളൂ. ഡിപ്പെൻസ്. ഡൗൺലോഡ് 100 ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് വരും, അപ്ഡേറ്റ് ചെയ്യുമെന്നും പറഞ്ഞാൽ. ഇതിൽ അപ്ഡേറ്റ് കൊടുക്കണം. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അതിപ്പം കിടന്നിങ്ങനെ ഒന്ന് നിന്നിട്ട് നമുക്കൊരു വെള്ള ഇൻ്റർഫേസ് വരും. 800 MB പാക്ക് വേണോ, 2 GB ഗെയിം ഫയൽ വേണമെന്ന് ചോദിക്കുക അവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ചൂസ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരുന്നത് അതിന് മുന്നേ സെറ്റിംഗ് ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തേത് ഓട്ടോ എയിമാണ്. രണ്ടാമത്തത് നമ്മൾ സ്കിന്നും ഗൺ മോഡും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. ഈ മോഡിഫിക്കേഷൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഓണാക്കിയിട്ടാലേ ക്രാഷിലത് കയറാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തത് വോയിസ്. നാലാമത്തത് പെട്ടെന്ന് ഫാസ്റ്റ് കണക്റ്റ് എന്ന് പറയും. പിന്നെ താഴോട്ടുള്ളത് ചാറ്റ് കില്ല്. ഈ മൂന്നാമത് കിടക്കുന്നത് ഇപ്പോൾ ഞാൻ ഓണാക്കി ഓഫാക്കിയത്, ഇത് നമ്മുടെ സിസ്റ്റം കീബോർഡ് ഓൺ ഓഫും ചെയ്യുന്നതാണ്. ഈ താഴെ കിടക്കുന്നത് നമ്മൾ ഫുൾ സ്ക്രീൻ ഇടുന്നത്. പിന്നെ താഴോട്ടുള്ളത് നമ്മൾ FPS ലിമിറ്റ്, FPS ഷോ ചെയ്യുന്ന ഓപ്ഷൻ. ഞാൻ ഡൗൺലോഡ് ഒന്ന് കാണിച്ചു തരാം. 800 MB പാക്ക്. ഗെയിം ഫയൽ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഒരു ഗ്രീൻ ഐക്കൺ ഇതുപോലെ കാണിക്കും. നമ്മൾ ഗെയിം ഫയൽ ഡൗൺലോഡ് ആകുമ്പോൾ സെറ്റിങ്സിൽ നമ്മുടെ ഓട്ടോ എയിം, വോയിസും FPS എല്ലാം ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. സെർവർ ആഡ് ആക്കുന്നത് ഈ ലെഫ്റ്റ് താഴെ സെർവേഴ്സ് ഇവിടെ നിൽക്കി മുകളിൽ റൈറ്റ് ടോപ്പിൽ ഫേവറേറ്റ്സിൽ പോവുക. അപ്പോൾ ഞാൻ റീആഡ് ചെയ്ത് കാണിച്ചു തരാം. ആഡ് സെർവേഴ്സ് എന്നുള്ള ഈ ഐക്കണിൽ നോക്കിയിട്ട് നമ്മുടെ കോപ്പി ചെയ്ത IP ഒന്ന് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിൽക്കുക. ഈ ഒരു ഇതിൽ നിങ്ങളുടെ RP നെയിം അടിക്കുക, കണക്റ്റ് ചെയ്ക്കുക. ഫസ്റ്റ് ടൈമായിട്ട് ഈഗിൾ സാമ്പിൽ നമ്മൾ ആദ്യം കയറുമ്പം നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള കീബോർഡ് ചിലപ്പം വരത്തില്ല. അതൊന്ന് ഗെയിമിൽ ഇറങ്ങി കയറിയാൽ മതി, ഫിക്സ് ആയിക്കോളും. ഇപ്പം ഈഗിൾ സാമ്പ് ഒരു നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും, ഇച്ചിരിയും കൂടെ നമ്മുടെ ബാക്കി നോർമൽ സാമ്പിളുകളെ കാട്ടിൽ ഇച്ചിരിയും കൂടെ ഗ്രാഫിക്സ് ഉണ്ട്. ഓട്ടോയും അവൈലബിൾ ആണ്. പിന്നെ ഈ പർപ്പിൾ ഏറ്റവും മണ്ടയ്ക്കുള്ള പർപ്പിൾ ഐക്കൺ നിൽക്കുമ്പോൾ നമ്മുടെ കീബോർഡ് പോയും വരികയൊക്കെ ചെയ്യും. മൈക്ക് ടച്ച് ടോക്കാണ്, നമ്മൾ പിടിച്ച് വെച്ച് മിണ്ടാൻ പറ്റത്തുള്ളൂ. ഇപ്പം ബാക്കി ഓൾഡ് സാമ്പ് അലൈൻ V7 പോലെ നമ്മൾ മൈക്ക് ഒന്ന് നെക്കിയിട്ട് വിട്ട് കഴിഞ്ഞിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ വർക്കാകത്തില്ല. നമ്മൾ മാറ്റങ്ങളൊന്നുമില്ല ഇതിന്. ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇപ്പം വെഹിക്കിൾ മോഡ് ആഡ് ചെയ്യാനോ, സ്കിൻ മോഡോ, ഗെയിം ഫയലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഞാൻ ചെയ്യാം.